ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സെവന്ത് മീഡിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ 6 പേരെ ആക്രമിക്കുകയും അതിൽ 2 പേരെ വകവരുത്തുകയും ചെയ്ത പുള്ളിപ്പുലിയെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വനം വകുപ്പ് പിടിച്ചിരിക്കുകയാണ്. പിടിച്ച് കൂട്ടിലാക്കി വനം വകുപ്പ് അതിൻ്റെ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രതിഷേധത്തിനൊരു കുറവുമില്ലാതെ നാട്ടുകാർ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഏരിയകളിലും പ്രതിഷേധം തുടരുകയാണ്. എന്തായാലും പുലിയെ പിടികൂടാൻ സാധിച്ചു എന്നത് വലിയ കാര്യമാണ്. 2 പ്രാവശ്യത്തെ മയക്കുവെടിക്ക് ശേഷമാണ് ഇപ്പോൾ പുലിയെ പിടികൂടാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ പുലിയെ പിടികൂടി മയക്കുവെടി വെച്ച് പിടികൂടി കൂട്ടിൽ കൊണ്ടുപോകുന്നതിന് ജനങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല. അവർ പറയുന്നത് പുലിയെ വെടിവെച്ച് കൊല്ലാതെ ഈ സമരം അവസാനിപ്പിക്കുകയില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം അതുപോലെ പറയുന്നത് തന്നെ, ഒട്ടനവധി പുലികളുണ്ട്. പുള്ളിപ്പുലികളും മറ്റു പുലികളും കടുവ അടക്കമുള്ള പുലികൾ എല്ലാം ഉണ്ട്. ഇത് ഒന്നിനെ നിങ്ങൾ പിടിച്ചു കൊണ്ടുപോയാലും മറ്റുള്ളതിനെ ആക്രമിക്കുന്നതിൽ നിന്ന് ഏത് രീതിയിലുള്ള സംരക്ഷണമാണ് സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ജനങ്ങൾ ഒറ്റ മനസ്സോടെ ചോദിക്കുന്നത്. ഇവിടെ രാഷ്ട്രീയ ഭേദമില്ലാതെ, ജാതി ഭേദമില്ലാതെ, സംസ്കാരം, ഭാഷ, ഇതൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരു മനസ്സോടെ കഴിഞ്ഞ 48 മണിക്കൂറായിട്ട് പുലിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ച് റോഡ് മുഴുവൻ ഉപരോധിക്കുകയും സമരം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ജീവിക്കണമെങ്കിൽ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന ബോധ്യം ജനങ്ങളിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു അവസരത്തിൽ എന്താണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നിലപാട് എന്നൊന്നും എല്ലാവരും പരിശോധിക്കുന്നുണ്ട്. സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, മരിച്ചുപോയ 2 പേർക്കും 10 ലക്ഷം രൂപ പ്രഖ്യാപിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ ഈ അവസരത്തിൽ പറയുന്നില്ല. എന്താണെങ്കിലും അങ്ങനെ നമ്മൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ജനങ്ങളെ വീതിയിലഴ്ത്തിക്കൊണ്ടിരുന്ന പുള്ളിപ്പുലിയെ ഇന്ന് ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ്. ഏകദേശം ഒരു 3:30 മണിയോടെ പുള്ളിപ്പുലിയെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യം. പക്ഷേ മയക്കുവെടി വെച്ച് പുള്ളിപ്പുലിയെ പിടികൂടിയെങ്കിൽ പോലും പുലിയെ വെടിവെച്ച് കൊല്ലാതെ, ഇനിയുള്ള പുലികളെ ഏതിനെയാണെങ്കിലും പുലിയെ വെടിവെച്ച് കൊല്ലാതെ മയക്കുവെടി വെച്ച് പിടികൂടി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി വിടുന്ന സാധാരണ നടക്കുന്ന സിസ്റ്റമാണ്. ആ സിസ്റ്റം പറ്റില്ല എന്നാണ് ജനങ്ങളോട് തറപ്പിച്ച് പറയുന്നത്. എന്താണെങ്കിലും മൃഗങ്ങൾക്ക് കിട്ടുന്ന പരിഗണന പോലും മനുഷ്യന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മുടെ പന്തലൂർ താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിന് അറുതിയില്ലാതെ തുടരുകയാണ്. കാരണം കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാവാതെ ഇതിനൊരു അവസാനിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ഇന്നലെ 5 മണിയോടെ രണ്ടാമത് മരിച്ച ആ കുട്ടിയുടെ മൃതദേഹം ഇതുവരെ സംസ്കരിക്കപ്പെട്ടിട്ടില്ല. സംസ്കരിക്കാതെ ആ മൃതദേഹവും വെച്ചുകൊണ്ടുള്ള സമരമാണ് ഇതുവരെ നടന്നിരിക്കുന്നത്. എല്ലാ ഭാഗത്തു നിന്നും സമരത്തിന് ജനങ്ങളുടെ പിന്തുണ പൂർണ്ണമായും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നടപടി ലഭിക്കാതെ ഈ വിഷയത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. ഈ ഒരു അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇവിടെ പുലികൾ മാത്രമല്ല, കടുവയുണ്ട്, അതുപോലെ തന്നെ കരടി, ആന തുടങ്ങി ഒട്ടനവധി വന്യജീവികളുടെ പ്രശ്നങ്ങൾ ഈ ഭാഗത്ത് നേരിടുന്നുണ്ട്. കരടി ആക്രമിക്കുന്ന റിപ്പോർട്ടുകൾ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. ആനയുടെ ആക്രമണത്തിൽ വീട് നഷ്ടപ്പെടുന്നവരും കൊല്ലപ്പെടുന്നവരുമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഒരുപാട് നമ്മൾ ഗൂഡല്ലൂർ, പന്തലൂർ താലൂക്കുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ തൊട്ടടുത്ത പ്രദേശമായ വയനാട്ടിൽ ഇതേ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടും ഇതിന് ശാശ്വതമായൊരു പരിഹാരം കാണാൻ ഗവൺമെൻറ് ഭാഗത്ത് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. അപ്പോൾ ശാശ്വതമായൊരു പരിഹാരം ഗവൺമെൻറ് ഭാഗത്ത് കാണുന്നത് വരെ ഈ സമര പരിപാടികൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. എന്താണെങ്കിലും ഈ വിഷയത്തിൽ ഇന്ന് നമുക്ക് കൃത്യമായൊരു തീരുമാനം ഉണ്ടാവാതെ ഈ വിഷയത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സമരത്തിലിരിക്കുന്നവർ പറയുന്നത്. എന്താണെങ്കിലും നമുക്ക് തുടർന്ന് ദിവസങ്ങളിൽ എന്തൊക്കെയാണ് തീരുമാനങ്ങളെന്നറിയാം. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അപ്ഡേറ്റ് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. சட்டமன்ற உறுப்பினர் and also I am a member of the Tiger Reserve, அந்த கமிட்டியுடைய மெம்பர். எனக்கிட்டே காட்டவ திருட்டுத்தனமா பிடிச்சிட்டு கூட நான் என்ன பண்ண முடியும்? நான் I am leading the procedure, I am leading the agitation, I have to intimate, communicate to the people. அதுக்கு they are not given a chance. இப்போ பிடிச்சிட்டேன்னு சொல்றாங்க, பிடிச்சிட்டாங்களா இல்லைன்னு எனக்கு தெரியல. டிஏ போட்டு கேட்குறேன், டிஏ போட்டு சொன்னேன், பிடிச்சா எனக்கு தகவல் சொல்லுங்க, நான் பார்க்குறேன்னு சொல்லிட்டு ரகசியமாக கொண்டு போயிட்டாங்க. இப்போ பிடிச்சிட்டாங்களா என்னன்னு தெரியல, மக்கள் கேட்குறாங்க. ஒரு எம்எல்ஏ கிட்ட ஒரு ஆளுக்கு நான் தான் 3 நாளாக போராடிட்டு இருக்கோம், எங்களுக்கு வந்து இதுக்கு காட்ட வேண்டாமா, இந்த மாதிரி நாங்கள் பிடிச்சிட்டோம், இதை சிறுத்தைன்னா நான் மக்கள்கிட்ட சொல்ல போகிறோம், கலைஞ்சு போகிறேன். போன உடனே பாருங்க, எல்லாம் ரோட்டில் பாருங்க.